നിസ്കരിക്കുന്ന ഉപ്പമാരെ, രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും മഴയാണെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ഉപ്പ, ഇത് അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലമാ. ഇത് ആഴ്ചയിൽ ഒരിക്കൽ വരുന്നവന് കിട്ടൂല, തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നവൾക്ക് കിട്ടില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുൽ മൗത്ത് പറയുകയാ, പറയടാ ഹുബൈബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിളിച്ചു പറയടാ. ആരോടാ പറയുന്നത്? തൂക്കുകയറിൽ കിടന്ന് മരണത്തോട് പിടയുന്ന ഹുബൈബിനോട്, മരണത്തോട് മല്ലടിക്കുന്ന ഹുബൈബിനോട് റൂഹ് പിടിക്കുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, പറയടാ ഹുബൈബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞടാ പൊന്നുമോനെ. മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. ആ കഴുകുമരത്തിൽ കിടന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ ഇടിത്തീ പോലെ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളുടെ ഹൃദയമങ്ങ് വിറയ്ക്കുകയാണ്. അവര് പേടിച്ചു പോയടാ പൊന്നുമോര്, അവര് വല്ലാതെ പേടിച്ചു പോയി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറയുന്നു, ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. നിങ്ങൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ശത്രുക്കൾ പറയുകയാണ്, കിബിലയുടെ നേരെ നിന്നിട്ട് ചാകണ്ടടാ, കിബിലയുടെ നേരെ നിന്നിട്ട് ചാകണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ തല പിടിച്ച് തിരിക്കുകയാ. അവിടെ നിന്ന് തൂക്കുന്ന സമയത്ത് തല പിടിച്ചിട്ട് തിരിച്ചു വെക്കാൻ നോക്കിയിട്ട് തിരിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല തിരിയുന്നില്ല. അതാടാ പഠിക്കണം പൊന്നുമോനെ. ഹുബൈബ് തങ്ങളുടെ തല അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പടച്ചവനെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ കഴുകുമരത്തിൽ ഇങ്ങനെ ഷഹീദായി കിടക്കുമ്പോ പിന്നീട് മുസ്ലിമായ സഹാബി പറയുന്നുണ്ട്, ഈ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്ന സമയത്ത് സാക്ഷി നിന്ന പലരും പിന്നെ മുസ്ലിമായി. ഒരു സഹാബി പറയുകയാ, ഹുബൈബിന്റെ ചിരിയുണ്ടായിരുന്നല്ലോ, അന്ന് ഹുബൈബിന്റെ മുഖത്ത് കണ്ട ചിരിയുണ്ടല്ലോ, ഞാൻ മുസ്ലിമാകാൻ കാരണമാ ചിരിയായിരുന്നു. ഒരു സഹാബി പറയാ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് കഅബയുടെ നേരെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് തല തിരിച്ചു വെച്ചു, പക്ഷെ തല തിരിഞ്ഞില്ല, കിബിലയുടെ നേരെ. ആ സഹാബി പറയുന്നു, ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ടാ ഞാൻ മുസ്ലിമായത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ മരണം. എന്തേ കാരണം? ജീവിതത്തിലെ അവസാനത്തെ മോഹം എന്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് നിസ്കരിക്കണമെന്നാണ്. ജീവിതത്തിൽ അവസാനത്തെ മോഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ സഹാബി. പഠിക്കണം ചെറുപ്പക്കാരാ, ആ സ്വഹാബിയുടെ മരണമാണ്, ആ സ്വഹാബിയുടെ മരണമാണ്. എന്നിട്ടും തീരുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അവിടെ കെട്ടിയിട്ടിരിക്കുകയാ. മയ്യത്തഴിക്കാൻ അനുവദിച്ചില്ല. ഇവിടെ കടന്നു പുഴുത്ത് നാറട്ടെ, ഇതിവിടെ കടന്നു പുഴുക്കട്ടെ എന്ന് പറഞ്ഞു ആ സഹാബിയുടെ ജനാസ പോലും അടിക്കാൻ അനുവദിക്കാതെ ശത്രുക്കൾ കാവൽ നിൽക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സങ്കടമായി. മുത്തുനബി ചോദിച്ചു, സഹാബ, ആരാ ഹുബൈബിനെ കബറടക്ക? ആരാ ഹുബൈബിനെ കബറടക്ക? 5 നേരം നിസ്കരിക്കണ മക്കള് കേട്ടോ, 5 നേരം പള്ളി വരുന്ന ചെറുപ്പക്കാര് കേട്ടോ, ഹുബൈബ് തങ്ങളുടെ മയ്യത്ത് ആരാ കബറടക്ക? ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പോകാൻ നബിയെ, ഞാൻ പോകാൻ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുത്തു. അങ്ങനെ ആ സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് വരുമ്പോ ശത്രുക്കൾ മുഴുവനും കൂടി നിൽക്കുകയാ. ശത്രുക്കൾ മുഴുവനും കൂടി നിൽക്കുകയാ. ആ സമയത്തൊരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നു. ഒരു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുന്നു, ഹുബൈബിന്റെ തല എനിക്ക് വേണം, ഹുബൈബിന്റെ തല എനിക്ക് വേണം. ചോദിക്കുന്നത് പെണ്ണ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല എനിക്ക് വേണം. അപ്പൊ ഒരുത്തൻ ചോദിച്ചു, എന്തിനാ നിനക്ക് ഈ ചത്തവന്റെ തല?
ഈ ചത്ത ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടിപ്പൊളിച്ച് അവന്റെ തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാമെന്ന് ശപഥം ചെയ്തിട്ട് വന്നതാ ഞാൻ. ഹിന്ദിന്റെയൊക്കെ ചരിത്രം പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവർ. അന്നത്തെ പെണ്ണുങ്ങൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല ചോദിക്കുന്നത്, ആ തല വെട്ടിപ്പൊളിച്ച് തലച്ചോറെടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് കള്ളൊടിച്ചിട്ട് എനിക്ക് കുടിക്കണം, ഞാൻ ശപഥം ചെയ്തിട്ട് വന്നിരിക്കുകയാ. ആരാ വെട്ടിത്തരുന്നത്? വെട്ടിത്തരുന്നവന് ഞാൻ എന്റെ ശരീരം തറ ഇങ്ങനെ തുറന്നങ്ങ് കാണിച്ചു. ആരാണോ എനിക്ക് വെട്ടിക്കൊണ്ടുവരുന്നത് അവൻ എന്റെ കൂടെ കിടക്കാം. സുബ്ഹാനല്ലാഹ്. ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഓടുകയാ. സ്വഹാബി വല്യം പറയുന്നു, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടാൻ വേണ്ടി ഓടുക കാരണം ഒരു പെണ്ണിന്റെ കൂടെ കടക്കാനുള്ള യോഗം. ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി, ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി. എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, ആ സ്വഹാബി കാണുന്ന രംഗം എന്തെന്നറിയുമോ? തലവെട്ടാൻ പോയ ഒരുത്തനെയും കാണാനില്ല. എന്തോ അത്ഭുതം സംഭവിച്ചതുപോലെ ഒന്നും കാണുന്നില്ല. നാലു ഭാഗത്തേക്കും ശത്രുക്കൾ ഓടുകയാ, ജീവനും കൊണ്ടോടുകയാ. അവസാനം എല്ലാം കഴിഞ്ഞു. ഈ സ്വഹാബി ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കെട്ടി തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ജനാസ കാണുന്നില്ല. ആ സ്വഹാബി കരഞ്ഞുകൊണ്ടില്ല ഹദറത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ചെന്നു, നബിയെ നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. സഹാബ ഹുബൈബിനെ കബറടക്കി, സഹാബ ഹുബൈബിനെ കബറടക്കി. സഹാബ ആരാ മോനെ കബറടക്കിയത്? ആരാടാ കബറടക്കിയത്? ഈ പരിസരത്തുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ 5 നേരം ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണോ? ഈ പള്ളി തികയൂല, ഈ പള്ളി തികയൂല. നിന്റെ ജനാസ വീട്ടിൽ നിന്ന് കുളിപ്പിച്ച് ഒരുക്കുമല്ലോ. നിന്റെ കുടുംബക്കാര് മുഴുവനും ഈ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടുകാര് മുഴുവനും നിന്നെ എടുക്കുകയാണ്. പടച്ചവനെ, ബദാ പുതിയ പളയ ഒരുക്കുന്നത് പോലെ നിന്നെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തു കെട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലെപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. കൊണ്ടുവരുമടാ ചെറുപ്പക്കാരാ, വാപ്പാ നിന്നെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരും. 5 നേരം നിസ്കരിച്ച ഉമ്മ, എത്ര തിരക്കാണെങ്കിലും ബാങ്ക് വിളിച്ചാ നിസ്കരിക്കുന്ന ഈ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിന്നെ കബറടക്കാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ പള്ളി നിറയുകയാ, ഈ പള്ളിയുടെ പരിസരം നിറയുകയാ. ആരാ വരുന്നതെന്നറിയുമോ? ആരാണ് വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളാ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ ഇവിടെ നിറയുകയാണ്, ഇവിടെ നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, ഹുബൈബിനെ കബറടക്കിയതാരെന്നറിയോ? മലക്കുകളാണ്. സഹാബാ,
അല്ലാഹുവിന്റെ മലക്കുകളെ കബറടക്കിയ സഹാബിയ മഹാനായ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. എന്തിന്റെ പേരിലായിരുന്നെന്നറിയോ? ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഉബൈബിന് പടച്ചറപ്പ് കൊടുത്ത പ്രതിഫലമോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിസ്കാരമുണ്ടോ എന്റെ കുടുംബം പട്ടിണിയാകില്ല, ഒരുത്തന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതി വരൂല. അല്ലാഹു നിനക്ക് റിസ്ക് തരും, അല്ലാഹു നിനക്ക് റിസ്ക് തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പറഞ്ഞു പഠിച്ചോ. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. അല്ലാഹു നിന്റെ റിസ്കില്, നിന്റെ ഉപജീവനത്തില് അല്ലാഹു വിശാലത നൽകുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് 4 പഠിച്ചു. തവക്കൽതു അലല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന 4 പ്രതിഫലം പഠിച്ചു. 5ാമത്തത് എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ പടച്ചവരെ. അങ്ങനെ ഒരു ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരൊരിക്കലും നിരാശപ്പെടില്ല, അവർക്കൊരിക്കലും നിരാശയില്ല പടച്ചവരെ. കല്യാണം കഴിഞ്ഞ് 20 വർഷമായി ഉസ്താദ്, എനിക്കും മക്കളില്ലല്ലോ. അവരുടെ മുഖത്ത് യാതൊരു നിരാശയുമില്ല, അവരുടെ മുഖത്ത് യാതൊരു നിരാശയുമില്ല പടച്ചവരെ. ലക്ഷങ്ങളുടെ കടമുണ്ട്, ഒരു നിരാശയില്ല. മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ടുണ്ട്, ഒരു നിരാശയുമില്ല. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും അവർ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തൂല. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാ, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇത് ഈ ലോകത്തിന്റെ അധിപന്റെ തീരുമാനമാണ്. പഠിക്കണം ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്. കടം വരുമ്പോ, രോഗം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, സാമ്പത്തിക നഷ്ടം വരുമ്പോ നിലവിളിക്കുന്നവരെ, പരാതി പറയുന്നവരെ, എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ നിരാശപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാ അല്ലാഹ് നിന്റെ ഈമാനം കുറയ്ക്കുകയാ. അല്ലാഹു നിന്റെ ഹൃദയത്തെ സഖ്യപ്പെടുത്തുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവർക്ക് എന്തെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവര് പറയുകയാണ്, അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല. ക്യാൻസർ രോഗം വന്നാൽ അവര് പറയും, ഇത് റബ്ബിന്റെ തീരുമാനമാണ്, ഇത് റബ്ബിന്റെ തീരുമാനമാണ്, ഇത് അംഗീകരിക്കലല്ലാതെ വഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തകർന്നു പോയത് അവിടെയാണ്. നമ്മൾ മദ്രസയിൽ പഠിച്ചവരാണ്. നമ്മൾ പലരും ടെൻഷൻ അടിക്കാനുള്ള കാരണം പലർക്കും ടെൻഷനാണ്. മക്കളുടെ കാര്യമോർത്ത്, കുടുംബത്തിന്റെ കാര്യമോർത്ത്, കച്ചവടത്തിന്റെ കാര്യമോർത്ത് പഠിച്ചവരെ പല വിഷയങ്ങളിലും ടെൻഷൻ അടിക്കുന്നവര്. എന്തിനാ വാപ്പാ നീ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാടാ ചെറുപ്പക്കാരാ നിനക്ക് ഈമാൻ കാര്യം 6 അറിയാത്തതെന്തേ? ടെൻഷൻ, മക്കളെ ഓർത്തിട്ട്, ഭാര്യ ഓർത്തിട്ട്, പ്രയാസങ്ങൾ ഓർത്തിട്ട്, രോഗങ്ങൾ വന്നപ്പോ ടെൻഷൻ. എന്തിനാ ടെൻഷൻ അടിക്കണേ? ടെൻഷൻ അടിച്ചാലുള്ള പ്രയോജനം മുകളിലേക്കുള്ള യാത്ര എളുപ്പമാക്കാം, അത്രേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ടെൻഷൻ? വീടില്ല, ടെൻഷനാ. പടച്ചവനെ അവന് വീട് കൊടുത്തു, എനിക്ക് വീടില്ല. അപ്പൊ അല്ല കാണിച്ചത് ശരിയല്ലെന്നാ നീ പറയണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ കാര്യം എത്ര? ഒന്ന് പറ, ഈമാൻ കാര്യം എത്ര? ഈമാൻ കാര്യം എത്ര?
6. ഒന്നാമത്തെ എന്താ? രണ്ടാമത്തെ എന്താ? പഠിച്ചനെ പറഞ്ഞങ്ങായി. ഒന്നാമത്തത് എന്താ? അള്ളാനെ കൊണ്ട് വിശ്വസിക്കുക. 2, 3, ഒന്നേന്ന് തുടങ്ങണം. 4 ക്വിസ് മത്സരം നടത്തട്ടെ. ഈമാൻ കാര്യം ഏതെല്ലാം, ഇസ്ലാം കാര്യം എന്തെന്നൊക്കെ. 1 അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അല്ലാഹുവിന്റെ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. 6ാമത്തെ കാര്യം പറ. അല്ലാഹുവിനെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, മുർസലുകളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ൽ വിശ്വാസമില്ല. 5 വിശ്വാസമുണ്ട്. 6ാമത്തത് എന്താ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ദുഃഖവും സന്തോഷവും രോഗവും ആരോഗ്യവും സർവ്വതും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കണം. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. അവിടെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോ പ്രതിസന്ധി, നിലവിളി, ഉസ്താദേ ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാ, എനിക്കിങ്ങനെ വന്നല്ലോ. ഉസ്താദേ ഏത് വഅദിന്റെ സദസ്സിലും ദിക്റിന്റെ സ്ഥലത്ത് ഞാൻ പോകുന്നവളായി, എനിക്കിത് വന്നല്ലോ. അല്ലാഹ് കാണിച്ചത് ശരിയായില്ലെന്നാ പറയണേ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിരാശ ശിർക്കാണെന്ന പണ്ഡിതന്മാര് പറയുന്നത്. നിരാശ പാടില്ല, ശിർക്കാണെന്ന് പറയുന്നേ. സഹാബികൾ അവിടെ നിന്ന് പല സഹാബത്തിന്റെ ഈ ചരിത്രങ്ങൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ ഉറയ്ക്കേണ്ട സമയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഫഖാല യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമതൻ. അല്ലാഹുവേ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ഞാൻ ഇങ്ങനെ മുത്തി നബിയുടെ കൂടെ ഇരിക്കുമ്പോ ഒരു കുട്ടി നിനക്ക് ചില വാചകങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകൻ അവിടെ നിന്നൊരു സ്വഹാബിയോട് പറഞ്ഞു കൊടുത്ത ഒരു സംഭവം അവിടെ നിന്ന് ഹദീസ് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ പേടിപ്പെടാൻ പാടില്ല. എന്തു പരീക്ഷണങ്ങൾ കടന്നു വന്നാലും അത് അല്ലാഹുവിന്റെ തീരുമാനം. ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. രോഗമുള്ളവർ, എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും പ്രയാസവും ഉള്ളവർ അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചാൽ മതി. ഭർത്താവ് രോഗിയായി കിടക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അയ്യൂബ് നബിയുടെ ഭാര്യയുടെ ചരിത്രം, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ചരിത്രം വായിച്ചാൽ മതി. അത് വായിക്കണമെന്നാ പണ്ഡിതന്മാര് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം 18 വർഷക്കാലം അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പരീക്ഷണം ഉണ്ടായിട്ട് നടന്നു. ശരീരം മുഴുവനും നടക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ, കൈയും കാലുകൾ അനക്കാൻ കഴിയാതെ ആ അയ്യൂബ് നബിയുടെ ഭാര്യ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബിയെ നടന്നത് 18 കൊല്ലം. ദുർഗന്ധം അടിക്കും അയ്യൂബ് നബിയുടെ ശരീരത്തിൽ നിന്ന്. ശരീരം മുഴുവനും ഒരു വല്ലാതെ അഴുകിയതുപോലെ, പടച്ചവരെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുന്ന രീതിയിൽ ഒരു വലിയ പരീക്ഷണം അല്ലാഹു കൊടുത്തു. ഒരിക്കൽ അയ്യൂബ് നബിയുടെ ഭാര്യ ഹന്നത്ത് ബി റളിയല്ലാഹു തആല അൻഹ നോക്കി 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 സഹികെട്ടു. തന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അടുത്തു പോയിട്ട് പറഞ്ഞു, നിങ്ങളൊരു പ്രവാചകനല്ലേ, ദുആ ചെയ്താൽ അല്ലാഹു അപ്പ തന്നെ സ്വീകരിക്കുമല്ലോ, ഒന്ന് ദുആ ചെയ്താൽ പോരെ, മാറൂല്ലേ? അയ്യൂബ് നബി പറഞ്ഞു, നിനക്കെന്നെ നോക്കി മടുത്തെങ്കിൽ നീ നിന്റെ കാര്യം നോക്ക്, ഞാൻ അല്ലാഹുവിനോട് പറയില്ല, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല. ശരീരം മുഴുവനും ചരിത്രം പറയുന്ന ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ 18 കൊല്ലം. അല്ലാഹുവേ, ഒന്ന് ചിന്തിക്ക്, 18 കൊല്ലം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു ഹന്നത്ത് ബീവി. അവസാനം എല്ലാ ദിവസവും രാവിലെ ശൈത്താൻ വന്ന് നോക്കും, അയ്യൂബ് ദുആ ചെയ്യുന്നുണ്ടോ, അയ്യൂബ് അല്ലാഹുവിനോട് പരാതി പറയുന്നുണ്ടോ നോക്കും. അവസാനം 18 കൊല്ലം കഴിഞ്ഞു. ഒരിക്കൽ അയ്യൂബ് നബി അലൈഹിസ്സലാം 2 കൈയും ഉയർത്തി. ശൈത്താൻ ഓടിച്ചെന്നു അടുത്ത്, ഇബ്ലീസ് ഓടിച്ചെന്നു. അയ്യൂബ് പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് അടുത്ത് ചെന്ന് നോക്കുമ്പോ അയ്യൂബ് അല്ലാഹുവിനോട് പറയുന്നു, അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ അല്ലാഹുവേ, ഇന്നുവരെ എന്റെ നാവ് കൊണ്ട് എനിക്ക് ദിക്ർ പറയാൻ പറ്റി. എന്റെ ശരീരം മുഴുവനും രോഗമാണെങ്കിലും നാവിലൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ദിക്ർ പറയാൻ പറ്റുന്നില്ല.
നാവ് കൊണ്ട് എനിക്ക് ദിക്ർ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റബ്ബേ വ ഇന്നി മസ്സനിയൽ ദുർറു അൻത അർഹമുർ റഹീം, ഈ നാവിലെ രോഗം മാത്രം മാറ്റിയാൽ മതി, ബാക്കി മാറ്റണ്ട. അപ്പോഴും അള്ളാഹിനോട് പറഞ്ഞത് എന്റെ ഈ നാവിലെ മാറ്റം മാറ്റിത്താ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയ്യൂബ് നബിയുടെ ചരിത്രം പഠിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പരാതിയില്ല, പരിഭവമില്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണെന്നുള്ള ഉറച്ച ഒരു വിശ്വാസമുണ്ടല്ലോ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പേടി വേണ്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പറഞ്ഞു പഠിക്കു തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. പിഞ്ചു മക്കളോട് പറഞ്ഞു കൊടുക്ക്, ചെറിയ മക്കളോട് പഠിപ്പിച്ചു കൊടുക്ക്, ഇതങ്ങ് ശീലമാക്ക്. അല്ലാഹു ഏത് പ്രതിസന്ധിയിലും നിന്റെ മനസ്സിൽ ധൈര്യം തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും പതറരുത്, ഒരിക്കലും നിങ്ങൾ തകർന്നു പോകരുത്. മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ നീക്കിക്കൊണ്ടു പോകരുത്. ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന ആറാമത്തെ പ്രതിഫലം എന്താ? യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വയഖുദുറുകും മൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ആറാമത്തെ നന്മ എന്തെന്നറിയുമോ? ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കും. പേടിക്കണ്ട, പേടിക്കണ്ട. ഏതൊക്കെ ശക്തികൾ നിനക്കെതിരെ തിരിഞ്ഞു വന്നാൽ വല്ലാത്ത പേടിയാണല്ലോ മുസ്ലിമിന്, വല്ലാത്ത പേടിയാണ്. പടച്ചവനെ, ലൗ ജിഹാദ് വന്നോ, തീവ്രവാദി എന്ന് വിളിച്ചു, ഭീകരവാദി എന്ന് വിളിച്ചു. ലൗ ജിഹാദ് കടന്നു വന്നോ, പടച്ചവനെ, ഭക്ഷണത്തിന്റെ ജിഹാദ് വന്നോ. അത് കഴിഞ്ഞപ്പോ കഞ്ചാവിന്റെ ജിഹാദ് വന്നു. എവിടെയും മുസ്ലിമിനെ ഒറ്റപ്പെടുത്തുകയാണ്, മുസ്ലിമിനെ എവിടെയും പടച്ചവനെ പരിഹസിക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാ. നമ്മളെ ഭയപ്പെടുത്തുകയാണ്, നമ്മളെ ഭയപ്പെടുത്തുകയാണ്. എടാ ചെറുപ്പക്കാരാ, പലരും ചോദിക്കുന്ന ഉസ്താദേ, പൗരത്വ ബില്ല് വരുന്നുണ്ട്, ഏക സിവിൽ കോഡ് വരുന്നുണ്ട്, കേന്ദ്രം ഭരിക്കുന്നത് ബിജെപി ആണ്, സർവ്വതും തകരുമല്ലോ, സർവ്വതും തകരുമല്ലോ, അവരെല്ലാവരും നമുക്കെതിരെ വരികയാണല്ലോ. പേടിക്കുന്നത് എന്തിനാടാ ചെറുപ്പക്കാരാ? നീ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹ് നിന്റെ കൂടെ ഇല്ലേ പൊന്നുമോനെ? അല്ലാഹ് നിന്റെ കൂടെ ഇല്ലേ? എന്തിനാ ഭയപ്പെടുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം അറിയുമോ? റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം അറിയുമോ? ഒരു പിടി മണ്ണ് മതിയടാ, ഒരു പിടി മണ്ണ് മതിയടാ. അല്ലാഹുവേ, ശത്രുക്കളെ മുഴുവനും ഒറ്റക്കെട്ടാകുമ്പോ പേടിച്ച് വരളെന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് എനിക്ക് പറഞ്ഞു തരാം. മുത്തുനബിയുടെ ചരിത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഹിജ്റ പോകുകയാണ്. മുഹമ്മദ് മക്ക വിട്ട് മദീനയിൽ പോവുകയാണ്. കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി കൊല്ലണമെന്ന് കരുതിയിട്ട് ഓരോ ഗോത്രങ്ങളുടെയും നേതാക്കന്മാര് അല്ലാഹുവേ വാളും ആയുധവും എടുത്തുകൊണ്ട് പ്രവാചകന്റെ വീട് വളർന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളർന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, അലിയേ, ഇവിടെ കടക്കാ ധൈര്യമുണ്ടോ അലിയേ? ഇവിടെ കടക്കുവോ അലിയേ? നബിയേ, അലിക്കെന്ത് പേടി
പേടിയാ നബിയേ, മുത്തുനബി പറഞ്ഞാൽ എനിക്കെന്ത് പേടിയാണ്. അലിയാർ തങ്ങളെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ, യാത്ര തുടങ്ങാൻ സമയമായ, ഒരു പിടി മണ്ണ് വാരണം നബിയേ, ഒരു പിടി മണ്ണ് വാരണം നബിയേ. എന്നിട്ട് ഖുർആനിലെ ഒരായത്തോതണം. ഖുർആനിലെ ഒരായത്ത് സൂറത്ത് യാസീൻ ഓതുമല്ലോ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ. ഖുർആൻ സൂറത്ത് യാസീനിലെ ആയത്താണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു, ഈ ആയത്ത് ഓതിയിട്ട് വാതിൽ തുറന്നിട്ട് ആ പിടി മണ്ണ് വെളിയിലേക്ക് വലിച്ചെറിയണം നബിയേ. എന്നിട്ട് അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പൊക്കോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് വാരി ഖുർആനിലെ ആയത്ത് ഓതി വലിച്ചെറിഞ്ഞിട്ട് വാട വിളിച്ചുകൊണ്ട് മുത്തുനബിയെ കൊല്ലാ വീട് വളർന്നിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ ഈ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. നായകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാടാ, അല്ലാതെ സിനിമയിൽ കാണുന്ന നായികന്മാരെ പോലെയല്ല. പഠിച്ചവരെ വെടികൊണ്ടാലും ചാകാത്ത, വെട്ടുകൊണ്ടാലും ചാകാത്ത, 1000 പേരെ ഇടിച്ചിട്ടാലും നെഞ്ചു വിരിച്ചിട്ട് നടന്നു പോകുന്ന നായകന്മാരെയല്ല. ഇതാടാ നായകന്. വീട് വളർന്നിരിക്കുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് നടന്നുപോയി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനവും തയ്യാറാക്കി നിൽക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന വാഹനത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് ചോദിക്കുന്നു, അബൂബക്കറേ വരുന്നോ? അബൂബക്കറേ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോവുകയാണ്. അവസാനം ശത്രുക്കളെ വളയാൻ തുടങ്ങി, ശത്രുക്കളെ വിടന്നു പോടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതത്തിന്റെ ഉള്ളിൽ കാണുന്ന ചെറിയ ഗുഹയുണ്ടല്ലോ, അതിനകത്തല്ലേ മുത്തുനബിയും അബൂബക്കർ തങ്ങളും കയറിയിരുന്നത്. ഒരുപാട് ചരിത്രമറിയുമല്ലോ, പാമ്പിന്റെ കടി കൊണ്ട ചരിത്രമറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ആ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുകയാ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഗുഹയുടെ മുകളിൽ നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശമുണ്ടല്ലോ, ഈ ഗുഹയ്ക്കകത്ത് അടിക്കുകയാണ്. അവനെങ്ങാണം താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ. പേടിച്ചിരിക്കുന്ന അബൂബക്കറിനോട് ചോദിക്കുകയാ, അബൂബക്കറെ എന്തിനാ പേടിക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനെ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? എന്തിനാ പേടിക്കുന്നത്? അവനവന്റെ കാലിൽ നോക്കണമെങ്കിൽ അല്ലാഹ് വിചാരിക്കണം അബൂബക്കറെ. പഠിക്കടാ ചെറുപ്പക്കാരാ, പഠിക്കടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂലിനോട് പേടിച്ച് വിറച്ചിട്ട് പറയുന്നു, നബിയേ, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇവിടെ അടിക്കുകയാ. ഗുഹയുടെ മുകളിൽ നിൽക്കുന്ന ശത്രു പിടിച്ചിരിക്കുന്ന വാളിന്റെ പ്രകാശം താഴെ ഗുഹയ്ക്കകത്ത് അടിക്കുമ്പോ വിറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തേ അബൂബക്കറെ,
നബിയെ ഓനെങ്ങാണം നോക്കിയ നമ്മളെ പിടിക്കും, നമ്മളെ കൊല്ലും. ഇല്ല, അല്ല നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരല്ല, ഒരാള് കൂടെയുണ്ട്. ഒരാള് കൂടെ നമ്മുടെ കൂടെയുണ്ട്. അല്ല അവൻ താഴെ നോക്കണമെങ്കിൽ അവൻ വിചാരിച്ച പോരാ, അല്ല വിചാരിക്കണം. ചങ്ങായിമാരെ, ഇവന്മാരെന്തൊക്കെ കാണിച്ചാലും ഇവിടെ എന്തൊക്കെ നടത്തിയാലും അസ്രായേലിനെ കാത്തിരിക്കണം. നമുക്ക് എന്ത് പേടിക്കാനാ? വന്ന ഉടനെ പോകണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ സിറാജ് എങ്ങനെയാ മരിക്കണ്ടേന്ന് അല്ല തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ച തട്ടിമാറ്റാൻ പറ്റുമോ? പറ്റൂല. സമയമാകുമ്പോ ഞാൻ പോകും. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യം, ആ യാത്ര നന്നാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് പേടി. എടാ, മരിച്ചപ്പോ തന്നെ പള്ളിയിൽ നിസ്കരിക്കണമെങ്കിൽ ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കൂ? ഇല്ല, ഇഖാമത്തും കൊടുക്കണം. പള്ളിയിലെ ഖതീബ് ഉസ്താദ് നിസ്കരിക്കണമെങ്കിൽ ബാങ്കും വിളിക്കണം, ഇഖാമത്തും കൊടുക്കണം. പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് അതില്ല. ഞാൻ ജനിച്ചപ്പോഴേ എന്റെ 2 ചെവി ബാങ്കും ഇഖാമത്തും കൊടുത്തിരിക്കുക. കാരണം മരിച്ച കുളിപ്പിച്ച് കഫം പൊതിഞ്ഞടക്കണം, സമയമില്ല. എന്നോടാ പടക്കം കാണിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടെന്നറിയും, ജനിച്ചപ്പോ തന്നെ ബാങ്കും ഇഖാമത്തും കൊടുത്തു വെച്ചിരിക്കുക. മരിച്ചാൽ നിസ്കരിച്ചു കുടിച്ചിടാൻ ഉമ്മാടെ വയറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ബാങ്കും ഇഖാമത്തും കൊടുത്തു വെച്ചിരിക്കണം. ഇവനാ പടച്ചവനെ ഏക സിവിൽ കോഡ് വരുന്നു, ആ കോഡ് വരുന്നു. പടച്ചവന് ഹലാല്, ഹറാമ്, ചിക്കന്, മട്ടന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സഹിച്ചില്ല. ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞ ഇതൊക്കെ. അല്ല ചോദിക്കുന്നതറിയോ? ഓസിന് കയറി പോകാൻ പറ്റുമോ സ്വർഗത്തിൽ? അല്ല ചോദിക്കുന്നുണ്ട്. നീ വിചാരിച്ച ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാ സ്വർഗമെന്ന്? ഉസ്താദന്മാര് കയറി നിന്നിട്ട് ബിലാല് തങ്ങളുടെ ചരിത്രം പറയും. പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ മരത്തി കിടത്തി കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലി. അപ്പോഴും അല്ലാഹു അഹദ്. കേൾക്കാൻ എന്ത് രസമില്ലേ? പൈസ തിരിക്കുന്നു. ഇത് വെറുതെ പറഞ്ഞ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ മലർത്തി കിടത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കകത്ത് മുക്കി ജീവനോടെ കത്തിച്ചു. ശരീരം മുഴുവനും വെന്തുരുകിയിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇവന്മാര് കൊന്നാലും നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരരുത്. ഇവന്മാര് എന്തു ചെയ്താലും. സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്ത് പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. എന്നാ രസമില്ലേ? ഈ സുമയ്യ ബീവി കിടക്കുന്ന സ്വർഗവാ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ആഗ്രഹിക്കണേ. ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരളും കൂമ്പും സർവ്വതും കൊടുത്തു. ആ ഹംസ തങ്ങൾ പോണ സ്വർഗവാ ഈ പാവപ്പെട്ട നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓസിന് കിട്ടുമോ? അല്ല പറഞ്ഞു, ഇല്ലടാ ചങ്ങാതി, നീ ഇതൊക്കെ കാണുമ്പോ എന്തിനാ പേടിക്കണേ? അല്ല ചോദിക്കുന്നത്, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ല നിന്നെ പേടിപ്പിക്കുമെന്ന്. അല്ല പറയുകയാ, ഈ നിയമങ്ങളും ഇതൊക്കെ വരുമ്പോ നമ്മൾ എന്തിനാ പേടിക്കണേ? ഇത് സാമ്പിള്. ഇനി അമിട്ട് വരാനുള്ളതേ ഉള്ളൂ, പടക്കങ്ങളൊക്കെ വരാനുള്ളതേ ഉള്ളൂ. ഇത് സാമ്പിൾ, ഓലപ്പടക്കം. ഇനി എന്തെല്ലാം വരാൻ പോകുന്നു. നീ ഇപ്പോഴേ പേടിച്ചാലോ? ഇതൊക്കെ തുടക്കമല്ലേ ആയുള്ളൂ. അല്ലാഹു പറയുകയാണ്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. إنا لله പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഇനി ഒരു ദിവസം വാഴ്ച പറയണം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോൾ മാത്രമേ നമ്മളിത് പറയാറുള്ളൂ, അല്ലേ? ഇന്നാ ലില്ലാഹി എന്ന് പറയുന്ന കേട്ടാ പറയാ ആരോ മരിച്ചത്. അത് മരിക്കുന്ന സമയത്ത് മാത്രം പറയാനുള്ള ദിക്റാണോ? പറ. പിന്നെ എപ്പോ പറയാനുള്ളതാ? ഇതെപ്പോ പറയാനുള്ള ദിക്റാ? നമ്മൾ ആകെ കേൾക്കണത് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ മനസ്സിലാവും ആരോ മരിച്ചത്. എന്നാ ഇത് പറയാൻ പാടുള്ള സമയമുണ്ട്, പറയാൻ പാടില്ലാത്ത സമയമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ല പറയാ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. നിന്നെ ഭയപ്പെടുത്തും ഞാൻ, വിരട്ടും, കൊല്ലും, കരിക്കും, പൊരിക്കും എന്ന് പറഞ്ഞിട്ട് ശത്രുക്കൾ മുഴുവനും നിന്റെ മുന്നിൽ വരും. നീ ആ സമയത്ത് പേടിക്കാതെ ജീവിക്കണം.
നീ ഭയപ്പെടരുത്, നീ എന്തിനാ പേടിക്കണം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അതുകൊണ്ടാ. നിങ്ങൾ നോക്ക്, ഈ യുപിയിലോ എവിടെയോ എനിക്ക് ഓർമ്മയുണ്ട്, ജുനൈദ് എന്ന് പറയുന്ന ഒരു ഖുർആൻ പഠിക്കുന്ന മകനാ. ആ പൊന്നുമോന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ, പത്രങ്ങളിലൂടെ വായിച്ചതല്ലേ. ഒരു വാപ്പയുടെ മകന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ശരീരത്ത് പെട്രോൾ ഒഴിച്ചിട്ട് പറഞ്ഞു, വിളിക്കടാ ജയ് ശ്രീരാം, ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ കത്തിക്കും. മതഭ്രാന്തന്മാർ എല്ലാരെയും കുറ്റപ്പെടുത്തത്, ഭ്രാന്ത് പിടിച്ചതല്ലുണ്ട്, അത് എല്ലാ വിഭാഗത്തിലുണ്ടല്ലോ. ശരീരത്ത് പെട്രോൾ ഒഴിച്ചിട്ട് പറഞ്ഞു കത്തിക്കും. പറയടാ, വാപ്പ പോലും പറഞ്ഞേക്കും മോനെ, വാപ്പ പോലും പറഞ്ഞേക്കും മോനെ. ഇല്ലിപ്പ ഞാൻ പറയൂല. അതാ ഈമാൻ. എന്റെ സഹോദര, അല്ലാഹുവിനെ മനസ്സിലാക്കി, അല്ലാഹുവിലേക്ക് അടുക്ക്. ഒരിക്കലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടൂല. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ചെറിയ മക്കൾക്ക് പറഞ്ഞുകൊണ്ട്, ഇത് വണ്ടിയുടെ മുകളിൽ എഴുതി വെക്കാനുള്ളതല്ല, വീടിന്റെ വാതിൽ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള ദിക്റല്ല തവക്കൽതു അലല്ലാഹ്. അത് പറയുന്നതിലൂടെ പ്രയോജനമുണ്ട്. അത് പറയുന്നതിലൂടെ അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ലഭിക്കുകയാണ്. അതുകൊണ്ട് ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിർത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തവക്കൽതു അലല്ലാഹ് ഇത് മറക്കാതെ നീ ദായിമാക്കിക്കോ. ജീവിതത്തിലെ ഏതോ പ്രയാസത്തിന്റെ സമയത്തും ഇത് പറയാ തീരുമാനിച്ചോ. അതുകൊണ്ട് വഅദ് നിർത്തുകയാണ്. പടച്ചവരേ, ഒരുപാട് റബീഉൽ അവ്വൽ വന്നോ, ഒരുപാട് റബീഉൽ അവ്വൽ വന്നോ. 34 കൊല്ലം കൊണ്ട് റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നവനാ സിറാജ്. ഇതുപോലെ എന്നെക്കാലം വയസ്സുള്ളവരുണ്ട്, 40, 50, 60 വയസ്സുള്ളവരുണ്ട്. വാപ്പാ, ഇനിയെങ്കിലും നീ ഒന്ന് തീരുമാനിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞത്. മുത്തുനബി അല്ലാതെ പ്രയാസപ്പെട്ടു പോയത്, പ്രവാചകന്റെ മുടി നരച്ചു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹു ബിഹംദി റബ്ബിക. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറയുകയാണ്, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ജിബ്രീൽ പടന്ന് ഓതി കൊടുക്കുകയാ. അതുകൊണ്ട് സഹോദരാ, പറഞ്ഞത് എന്തെന്നറിയോ? നബിയേ, തയ്യാറെടുക്കൂ നബിയേ, അങ്ങയുടെ മരണം അടുത്തിരിക്കുകയാണ്, അങ്ങയുടെ വഫാത്ത് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുങ്ങിക്കോ, അങ്ങതുകൊണ്ട് ഒരുങ്ങിക്കോ. ഫസ്തഗ്ഫിറുഹു, അവിടെന്ന് പറയുന്നു ഫസബ്ബിഹു ബിഹംദി റബ്ബിക. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ഒരുങ്ങുകയാണ്, ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്, ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. കാല് നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുകയാ. പാതിരാത്രികളിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് കാല് നീര് കെട്ടുന്ന രീതിയിൽ അവിടെന്ന് നമസ്കരിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാണ് കാല് നീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിക്കുന്നത്? അങ്ങയുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ. ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഫലാ അകൂന അബ്ദൻ ശകൂറാ,
അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ? അവിടുന്ന് പടച്ചവനെ ദിക്റുകൾ അധികരിപ്പിക്കുകയാണ്, നിസ്കാരങ്ങൾ അധികരിപ്പിക്കുകയാണ്, ഖുർആൻ ഖത്ം ഓതുന്നത് ഇരട്ടിയാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ പറയാൻ തുടങ്ങി. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ 100ഓളം പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹല്ലദീ അവിടുന്ന് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുകയാ, ഒരുങ്ങുകയാ സഹോദരാ, മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മരണത്തിന് വേണ്ടി ഒരുങ്ങി എന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോ മാത്രം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കാണിച്ചാ പോരാ, അത് പച്ചലൈറ്റിലോ കിട്ടുന്ന തോരണങ്ങളിലോ നടത്തുന്ന പരിപാടികളിൽ മാത്രമല്ല, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ ആഘോഷിച്ച് നിർത്താറുള്ള ആണ്ടല്ല. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമുണ്ടല്ലോ, അത് ഹൃദയത്തിൽ വേണം മോനെ, അത് ഹൃദയത്തിൽ വേണം മോനെ. എന്റെ ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ സമുദായമല്ലേടാ, എങ്ങനെയാടാ നിനക്ക് പെണ്ണുങ്ങളെ പോലെ മുടി വളർത്താൻ കഴിയുന്നത്? മോനെ, പടിവെട്ടിയ മുടിയുമായി ആണും പെണ്ണും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെയാടാ നിനക്ക് മുടി ധരിക്കാ, മുടി ഇങ്ങനെ വളർത്താൻ കഴിയുന്നത്, മുടി ഇങ്ങനെ വെട്ടാൻ കഴിയുന്നത്? ചെറുപ്പക്കാരന്റെ കയ്യിലെ ചങ്ങലയാ, അതാ കഴുത്തിലെ ചങ്ങല ഇട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാര്. മോനെ, പൈസ കൊടുത്തിട്ട് കീറിയ പാൻറ് വാങ്ങുന്നത് എന്തിനാടാ? എന്തിനാടാ ചെറുപ്പക്കാരാ? പണ്ട് പിച്ചക്കാര് പടച്ചവനെ പൈസ ഇല്ലാതെ യാചിക്കാൻ വരുന്നവര് ധരിച്ചിരിക്കുന്ന വസ്ത്രമാണല്ലോ ഒന്ന് പൈസ കൊടുത്ത് നീ ധരിച്ചിരിക്കുന്നത്. നീ മുത്തുനബിയെ സ്നേഹിക്കുന്നവനാണെന്ന് പറയുന്നവനല്ലേ? നീ പറയുമല്ലോ എന്റെ കരളിന്റെ കഷ്ടമാണ് മുത്തുനബി എന്ന് പറയുമല്ലോ. ഒരിക്കലും എന്റെ ചെറുപ്പക്കാരാ, എങ്കിൽ അങ്ങനെയല്ലടാ. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആരെന്നറിയോ? മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. ആരാണ് സൗബാൻ എന്നറിയോ? ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാ, എല്ലാരും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാ, പ്രവാചകന് ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നവരാ. എങ്കിലും നമുക്ക് പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തൊരു ഗ്ലാമർ എന്നറിയുമോ? കാണാനത്ര സുന്ദരനെന്നറിയുമോ? കാണാവല്ലാത്ത സൗന്ദര്യമുള്ള സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു വരുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. റസൂലുള്ളാഹി നോക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ എല്ലും തോലുമായിരിക്കുകയാണ്, എല്ലും തോലുമായിരിക്കുകയാണ്. പടച്ചവനെ, തൊലിയെല്ലാം കറുത്തിരിക്കുകയാ. സൗബാനിന്റെ തൊലിയൊക്കെ കറുത്തുപോയി, അവിടത്തെ കണ്ണ് കുടിഞ്ഞു പോയി. സുന്ദരനായ സൗബാൻ അവിടെ നിന്ന് വല്ലാതെ തകർന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ചോദിക്കുന്നു, സൗബാനേ, എന്തേ നിനക്ക് സംഭവിച്ചത്? എന്തേ നിനക്ക് സംഭവിച്ചത്? എന്തേ എത്ര വലിയ ടെൻഷൻ? എന്ത് നിനക്ക് വല്ല രോഗവുമുണ്ടോ? ആ സമയത്ത് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണമെന്താ? എനിക്ക് രോഗമുണ്ടായിട്ടല്ല, എനിക്കൊരു രോഗവുമില്ല, എനിക്കൊരു രോഗവുമില്ല. പക്ഷേ എനിക്കൊരേ ഒരു ടെൻഷനേ ഉള്ളൂ. മനസ്സിൽ വല്ലാത്ത ഒരു ടെൻഷനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സൗബാൻ, നീ
ഇങ്ങനെയാകാറുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, അങ്ങയെ കാണുമ്പോ, അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ സമാധാനമില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, ഉറക്കം വരുന്നില്ല നബിയേ. കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാതെ വരുമ്പോ വല്ലാത്ത ടെൻഷനാണ് നബിയേ. ഈ രാത്രിയെങ്ങാനും ഞാൻ മരിച്ചു പോയാ നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് കാണാൻ പറ്റുമോ? റസൂലുള്ള എന്നെ തിരിച്ചറിയുമോ? ഇനി ഞാനെങ്ങാണ് സ്വർഗത്തിലായ, ഞാൻ സ്വർഗത്തിന്റെ ഏറ്റവും അടിയിലും, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലായിരിക്കുമല്ലോ. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. ഈ ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരനായ സൗവാർ എന്ന് പറയുന്ന സ്വഹാബി കരഞ്ഞുകൊണ്ട് പറയുമ്പോ, ചെറുപ്പക്കാരാ, അതിനല്ലേടാ സ്നേഹമെന്ന് പറയുന്നത്, അതിനല്ലേ പ്രേമമെന്ന് പറയുന്നത്, അതിനാണ് പ്രണയമെന്ന് പറയുന്നത്. ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വമൻ യുതഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. പേടിക്കണ്ട സബരം എന്ന് പറയുകയാ, നീ പേടിക്കണ്ട, നീ സൗവാനെ പേടിക്കണ്ട. നാളെ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ്, നാളെ എന്റെ കൂടെയാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സ്നേഹിക്കുന്നവനാകു, മുത്തുനബി അതാ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനാകു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ആ 12 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം കുടുംബത്തിലെ കുടുംബക്കാരെ വിളിച്ച് മൗലിദ് നടത്തിയിട്ട് നിർത്തുന്നതല്ല സ്നേഹം പെങ്ങളെ. അതിന് മാത്രമല്ല സ്നേഹമെന്ന് പറയുന്നത്, ഹൃദയത്തിൽ കൊണ്ട് നടക്ക്, റസൂലുള്ളാഹിനെ സ്നേഹിക്ക്. എങ്ങനെ സ്നേഹിക്കണമെന്നറിയുമോ? അതാ ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തില് ഒരു പെണ്ണിങ്ങനെ ഓടി നടക്കുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? ഒരു പെണ്ണ് ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഒരു പെണ്ണ് റസൂലുള്ളാഹിനെ തിരഞ്ഞു നടക്കുകയാ. അപ്പോഴാണ് വിളിച്ചു പറയുന്ന, പെണ്ണേ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ ശഹീദായി, നിന്റെ വാപ്പ ശഹീദായിരിക്കുകയാ. പെണ്ണവിടന്ന് ഒന്നും മിണ്ടുന്നില്ല. വനിത വാപ്പ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനൊരു കൂസലുമില്ല. പെണ്ണ് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, പെണ്ണേ, നിന്റെ ഭർത്താവ് ശഹീദായി. സ്വന്തം ഭർത്താവ് മരിച്ചെന്ന് പറയുമ്പോ അപ്പോഴും ആ പെണ്ണനങ്ങുന്നില്ല. പിന്നെയും ചോദിക്കുന്നു, എന്റെ മുത്തുനബി എവിടെ? അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, പെണ്ണേ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൻ ശഹീദായി. അപ്പോഴും പെണ്ണ് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെ? എന്റെ പ്രിയപ്പെട്ടവര്, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോഴാണ് ആ പെണ്ണിനൊരു സമാധാനമായത്.
പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനൊന്നും പറ്റിയില്ലല്ലോ, മുത്തുനബിക്കൊന്നും പറ്റിയില്ലല്ലോ. കാരണം എന്തെന്നറിയോ? വാപ്പ മരിച്ചെന്ന് പറഞ്ഞിട്ട്, ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ട്, പൊന്നുമകൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പരിഗണിക്കാതെ ലോകത്തിന്റെ നേതാവിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാതെ അവിടെ നിന്ന് ഓടിപ്പോയ പെണ്ണിന്റെ കഥ പറഞ്ഞത് എന്തിനെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഖുൽ ഇൻ കാന ആബാഉകും ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅമ്മാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറതൻ തഖശൗന കസാദഹാ വമസാകിന തർദൗനഹാ അഹബ്ബ ഇലൈഹി മിനല്ലാഹി വറസൂലിഹി വജിഹാദുൻ ഫീ സബീലി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹ് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ നീ സ്നേഹിക്കേണ്ടത് നിന്റെ ഉമ്മാനെയല്ല, നിന്റെ വാപ്പാനെയല്ല, നിന്റെ ഭാര്യയെയല്ല, നിന്റെ മക്കളെയല്ല, നിന്റെ സഹോദരങ്ങളെയല്ല, നിന്റെ സമ്പത്തിനെയല്ല, നീ നിന്റെ ജീവനെയല്ല. പിന്നെ ആരെന്നറിയുവോ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്ക് അനുഗ്രഹമായി അല്ലാഹു സൃഷ്ടിച്ച നബിയുണ്ടല്ലോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പരിചയപ്പെടുത്തുമ്പോ ചെറുപ്പക്കാരാ സ്നേഹമുണ്ടോടാ? പ്രേമമെന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോ എന്റെ ചെറുപ്പക്കാര് കണ്ണാടി വെക്കാൻ തുടങ്ങി, കറുത്ത ഉടുപ്പ് ധരിക്കാൻ തുടങ്ങി. ഏറെയധികം സിനിമ ഇറങ്ങിയപ്പോ ചെറുപ്പക്കാര് താടി വെക്കാൻ തുടങ്ങി. പള്ളിയിലെ ഖതീബ് എത്രയോ കാലം കൊണ്ട് പറയുന്നു, താടി വളർത്തടാ, സുന്നത്താടാ, സുന്നത്താടാ. അപ്പ വയ്യ, അത് ഉസ്താദന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കണ്ണാടി വെച്ചു, താടി വളർത്തി, എന്തൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമാ താരങ്ങളെ ഇഷ്ടപ്പെട്ടപ്പോ എന്റെ ചെറുപ്പക്കാരെങ്ങനെയായി എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ വല്ലാതെ സ്നേഹിച്ച, നിനക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി ജീവിച്ച, നമ്മളെ വല്ലാതെ സ്നേഹിച്ച, നാളെ പരലോകത്ത് വരുമ്പോ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ